ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ തണ്ണിമത്തൻ്റെ തൊണ്ട് കൊണ്ടുള്ള ഒരു തോരനാണ് ഉണ്ടാക്കുന്നത്. വളരെ ടേസ്റ്റിയാണെന്ന് ഞാൻ ഉണ്ടാക്കി കഴിച്ചു കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത്. അപ്പം നമ്മളെന്തായാലും തണ്ണിമത്തനൊക്കെ ഇപ്പം ഈ ഒരു വേനൽക്കാലമാണ്, ചൂടുകാലമാണ്, നമ്മൾ എന്തായാലും വാങ്ങാതിരിക്കില്ല. അപ്പോൾ ഇത് വാങ്ങിച്ചു കഴിഞ്ഞാൽ തൊണ്ടങ്ങ് കളയാറാണ് അല്ലേ പതിവ്. അപ്പം നമുക്ക് ഇന്ന് അതുകൊണ്ട് ഒരു തോരൻ വെച്ച് നോക്കിയാലോ. അങ്ങനെ ഞാൻ നല്ലൊരു ടേസ്റ്റിലൊരു തോരൻ വെച്ചിട്ട് അതിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് തണ്ണിമത്തൻ്റെ തൊണ്ട് എടുത്തിട്ടുണ്ട്. അത് നല്ല രീതിയിൽ അതിൻ്റെ ഗ്രീൻ സ്കിന്നൊക്കെ കളഞ്ഞ് നന്നായി കഴുകി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ നല്ല രീതിയിൽ വൃത്തിയാക്കി ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ച് വെക്കുക. നന്നായി വാഷ് ചെയ്ത് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ എന്താ വേണ്ടതെന്ന് വെച്ചാൽ ഇതിലേക്ക് ആവശ്യമുള്ള സാധനങ്ങളെന്ന് വെച്ചാൽ ഒരു അരമുറി തേങ്ങ ഒരു ചെറിയ നാളികേരത്തിൻ്റെ കേട്ടോ. അപ്പോൾ അരമുറി തേങ്ങ കുറച്ചുള്ളൂ. അരമുറി തേങ്ങ, അതുപോലെ തന്നെ നല്ല ജീരകം, ചുവന്നുള്ളി കുറച്ച് അധികം എടുത്തോ. പിന്നെ പച്ചമുളക് ഒരു 2-3-4 വേറെ എരിവൊന്നും ഇതിലിടില്ല, അപ്പോൾ എരിവിനനുസരിച്ച് എടുക്കുക. എന്നിട്ട് അതെല്ലാം കൂടിയിട്ട് നമ്മൾ നല്ല രീതിയിൽ ക്രഷ് ചെയ്ത് വെക്കുക കേട്ടോ. ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നന്നായി മൂത്ത് വരുമ്പോൾ നമ്മൾ കടുകിട്ട് പൊട്ടിച്ച് 2 വറ്റൽമുളക് അതിലേക്ക് ഇട്ട് പിന്നെ കുറച്ച് കറിവേപ്പിലയും ഇട്ട് നല്ല രീതിയിൽ നിന്ന് മൂത്ത് വരുന്ന സമയത്ത് നമ്മൾ അതിലേക്ക് നമ്മുടെ ഈ കഴുകി വൃത്തിയാക്കി കഷ്ണങ്ങളാക്കി വെച്ചിരിക്കുന്ന ഈ തണ്ണിമത്തൻ്റെ തൊണ്ട് അതിലേക്ക് ഇടുക. എന്നിട്ട് നല്ല ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നല്ല രീതിയിലൊന്ന് വഴറ്റുക. വെറുതെ വഴറ്റിക്കൊണ്ടൊന്നും ഇത് വേവില്ല, അത്യാവശ്യം വേവുള്ളൊരു സംഭവമാണ് ഈ തണ്ണിമത്തൻ്റെ തൊണ്ട് കേട്ടോ. കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾ ഇത് എന്താ വേവാത്ത നിങ്ങൾ വേവണമെങ്കിൽ അത്യാവശ്യം സമയം പിടിക്കുന്നുണ്ട്. ഇത് വെന്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ടെക്സ്ചർ എന്ന് പറഞ്ഞാൽ നമ്മുടെ കുമ്പളങ്ങയൊക്കെ ഇല്ലേ, അത് വെന്ത് വരുമ്പോഴുള്ള ഒരു ഇതാണ്, അല്ലാതെ വെന്തുടയുന്നൊരു ടൈപ്പല്ല കേട്ടോ. അപ്പോൾ എന്നാലും നല്ല ടേസ്റ്റുള്ളത് തന്നെ ഞാനത് കഴിച്ച് കൂട്ടിയിട്ട് അതൊന്ന് ചോറുണ്ടത്. അപ്പോൾ എനിക്ക് നന്നായി ഉറപ്പിച്ച് പറയാൻ പറ്റും ഇതാണ് നല്ല ടേസ്റ്റുള്ളതാണ്. അതിലേക്ക് നേരത്തെ നമ്മൾ ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഒരുവിധം വെന്ത് വന്നിട്ട് ഞാൻ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്ത് വേവിച്ചിട്ടെടുത്തിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് ഞാൻ നേരത്തെ ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന തേങ്ങ ഉണ്ടല്ലോ, അതിട്ട് നന്നായി മിക്സ് ചെയ്യുക. ഈ സമയത്ത് നമ്മൾ ഉപ്പ് ഒന്ന് നോക്കുക, എന്നിട്ട് അതിലേക്ക് ഉപ്പില്ലെങ്കിൽ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് അതിൽ വെള്ളമൊക്കെ ഉണ്ടെങ്കിൽ, ഇതിപ്പോൾ ഇതിൽ വെള്ളമൊന്നുമില്ല, വെള്ളമൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഈ സമയത്ത് അതൊന്ന് വീണ്ടും ഒന്ന് അടച്ച് വെച്ചിട്ട് ഒന്നും കൂടി ഒന്ന് വേവിക്കുക, ഒന്ന് വറ്റിച്ചെടുക്കുക കേട്ടോ. എന്നിട്ട് തീരെ ഒട്ടും വെള്ളമില്ലാത്ത രീതിയിൽ. അപ്പോൾ വീണ്ടും എന്നും പറയുന്ന പോലെ തന്നെ പറയാണ്, ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക കേട്ടോ. അപ്പോൾ നമ്മുടെ തണ്ണിമത്തൻ തോരൻ നല്ല അടിപൊളിയായിട്ട് വിടുന്നുണ്ട്. ഈ സമയത്ത് നമുക്ക് പച്ച വെളിച്ചെണ്ണ ഒന്ന് മുകളിൽ ഒഴിച്ച് കൊടുക്കാം. ഉപ്പില്ലെങ്കിൽ ആവശ്യത്തിന് ഉപ്പ് നോക്കിയിട്ട് ഇട്ട് കൊടുക്കാം. ഇതൊന്നും കൂടി നന്നായി മിക്സ് ചെയ്തിട്ട് നമ്മുടെ തണ്ണിമത്തനൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം അടിപൊളി തണ്ണിമത്തൻ തൊണ്ട് തോരനാണ്, വെറുതെ കളയുന്നതാണ്, നല്ല വൈറ്റമിൻസ് ഉള്ളതാണ്. വൈറ്റമിൻ എയും സിയും B6 ഒക്കെ ഉള്ളതാണ്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക, സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പം ഞാൻ ഇത് ട്രൈ ചെയ്ത് ഞാൻ കഴിച്ചു നോക്കിയിട്ട് പറയുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ഇത് ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവർക്കും എൻ്റെ എല്ലാ സബ്സ്ക്രൈബേഴ്സും താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.